വിശപ്പ് സഹിച്ചനി പച്ചവെള്ളത്തിന്റെ മധുരമറിയാൻ കഴിയുള്ളൊരു ചൊല്ലുണ്ട്. നാം എത്ര ധനികരാണ്. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രവും ആഹാരങ്ങളും ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം ലഭിക്കുന്നു. പക്ഷേ ഇതൊന്നുമില്ലാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു. അങ്ങനെ ഒരു ബാല്യ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കഥയുടെ പേരെന്താണോ? ആഗ്രഹം. ഒരിക്കൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഓലമേഞ്ഞ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. അതിനകത്താണെന്നറിയാമോ? ഒരു കൊച്ചു ബാലൻ. ബാലന്റെ പേര് കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. കഷ്ടപ്പാടും ദാരിദ്ര്യവുമാണ് അവന്റെ കൂട്ടൻ. ഒരു നേരത്തെ ആഹാരം കഴിക്കാത്തവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവന്റെ വിഷമം കണ്ട് അവന്റെ അമ്മ അവനെ സർക്കാർ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചെന്ന് എല്ലാവർക്കും പുതിയ ബാഗുകൾ, ചെരുപ്പുകൾ. ഇത് കണ്ടിട്ട് കുട്ടന് മൊത്തം നോക്കാനേ കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബു എന്നൊരു സുഹൃത്തിനെ ലഭിച്ചു. അവൻ വലിയ ധനികനാണ്. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ ഓടാണോ? ബാബു പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. കുട്ടൻ അതിശയത്തോടെ ചോദിച്ചു, ഈ മാളികപ്പുറമുള്ള വീടോ? അതെന്താ? ബാബു പറഞ്ഞു, നീ അങ്ങനത്തെ വീടൊന്നും കണ്ടിട്ടില്ലേ? ഒരു ദിവസം ഞാൻ നിന്നെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാം. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെ കൂട്ടി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടപ്പോൾ കുട്ടനെ പോയി. അയ്യോ, ഇത് കാണാൻ കൊട്ടാരം പോലെയുണ്ടല്ലോ. അങ്ങനെ അവർ വാതിൽ തുറന്നതും കുട്ടൻ പേടിച്ചു പോയി. കുട്ടൻ നോക്കിയപ്പോൾ അങ്ങനെയുള്ളൊരു മറ്റൊരു വീട്. വീട്ടിൽ വലിയൊരു പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയുടെ മുമ്പിൽ എന്താണോ? വലിയൊരു പാത്രം. പാത്രം നിറയെ ഭക്ഷണം. ഇത് കണ്ടത് കുട്ടൻ്റെ വായ വെള്ളം പോയി. ഒരു ദിവസം ടീച്ചർ എല്ലാവരോടുമായി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം? കേട്ടത് കുട്ടികൾ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായ മതി. കേട്ടതും എല്ലാവരും ചിരിച്ചു. പക്ഷേ ചിരി അധികം നേരമുണ്ടായില്ല. കുട്ടന്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാർ അധ്യാപകരുമായി സഹായിച്ചു. അങ്ങനെ കുട്ടൻ കഷ്ടപ്പാടിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പഠിച്ചുയരങ്ങളിലെത്തി. കൂട്ടുകാരെ, ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഉയരാൻ കല്ലെത്താൻ സാധിക്കൂ. കുട്ടന്റെ ജീവിതം നമുക്കൊരു പ്രചോദനമാകട്ടെ. പിന്നീട് കുട്ടൻ ആരായിരുന്നു? നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ സാറായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട്